ഹലോ എവ്രിവൺ, ഇറ്റ്സ് മീ അശ്വതി. എല്ലാവർക്കും ആംസ് ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒരു ഡിസ്കൗണ്ട് സെയിൽ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽ ആണ്. മൾക്കോട്ടനിൽ വരുന്ന ഹാൻഡ് പെയിന്റ് ചെയ്തിരിക്കുന്ന ചുരിദാർ മെറ്റീരിയലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ തയ്ച്ച് സ്റ്റിച്ച് ചെയ്തിട്ടിരിക്കുന്ന ഈ ഒരു പാറ്റേണിൽ വരുന്ന സെയിം ഫാബ്രിക്കിൽ വരുന്ന സൽവാർ സ്യൂട്ട്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഡിസ്കൗണ്ട് സെയിലാണ്. കണ്ടോ, ഇതിൻ്റെ കൂടെ ഷിഫോൺ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ടയിലും എല്ലാം ഫുൾ ഹാൻഡ് പെയിന്റഡ് ആണ്. അതേപോലെ ടോപ്പിലൊക്കെ ഹാൻഡ് പെയിന്റ് വന്നിട്ടുള്ള സാരിയാണ്. മൾക്കോട്ടൺ ആണ് ഫാബ്രിക് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. നല്ല എലഗൻറ്റ് ലുക്ക് ആയിരിക്കും. ഒരു സ്റ്റാൻഡേർഡ് ഒരു ഐറ്റം ആണ്. നമുക്ക് ഇത് വെയർ ചെയ്താൽ നല്ലൊരു ക്ലാസ് ലുക്ക് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല. വീഡിയോ കൂടി കാണുമ്പോഴത്തേക്കും നേരിട്ട് നല്ല ഭംഗിയാണ്. ഇത് മേടിച്ച ആൾക്കാരൊക്കെ നല്ല ഒപ്പീനിയനാണ് നമുക്ക് ഇതുവരെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടു തുടങ്ങാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ സൽവാസിൻ്റെ മീൻസ് മെറ്റീരിയലിൻ്റെ പ്രൈസ് എല്ലാം 899 ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1100 പ്ലസ് ഷിപ്പിംഗ് ആയിരുന്നു. നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 899 ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇത് ഡാമേജ് ഉള്ള ഐറ്റം ഒന്നും അല്ല. നമ്മൾക്ക് വന്നിരിക്കുന്ന റീസ്റ്റോക്ക് ഐറ്റംസിൽ ബാലൻസ് വന്നിട്ടുള്ള കുറച്ച് പീസസ് ആണ്. അപ്പോൾ ഓക്കെ, നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടു തുടങ്ങാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വരുന്ന ഐറ്റം ഒരെണ്ണം ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ വെച്ച് കാണിക്കാം. ഈ ഒരു യെല്ലോ ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. യെല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഭയങ്കര ഓവർ ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ അല്ല. 2.5 meters ഈച്ച് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബോട്ടം കൊണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ടോപ്പ് തയ്പ്പിക്കാം. എന്നിട്ട് ഈ ദുപ്പട്ടയുടെ കൂടെ തന്നെ ഇതുണ്ടോ, പ്ലെയിൻ ആണ് ദുപ്പട്ട, അല്ല സോറി പ്രിന്റഡ് ആണ് ദുപ്പട്ട. ഹാൻഡ് പെയിന്റ് ചെയ്തിരിക്കുന്ന ദുപ്പട്ട തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പ്ലെയിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടാൽ നല്ല രസമായിരിക്കും കേട്ടോ കാണാനായിട്ട്. ഇതാ ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത്. നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഇതുണ്ടോ, ഈ പ്ലെയിൻ ആണ് സ്റ്റിച്ച് ചെയ്യുന്നതുണ്ടെങ്കിലും നമ്മളിത് കണ്ടോ ഇങ്ങനെ വെയർ ചെയ്യുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും കാണാൻ കേട്ടോ. ഓക്കെ, ഒരെണ്ണം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. 899 രൂപയാണ് കേട്ടോ. 899 ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഓക്കെ, ഇനി ഞാൻ വെച്ച് കാണിക്കാം ജസ്റ്റ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു നല്ലൊരു ബീച്ച് പോലത്തെ ഒരു ഷെയ്ഡാണ്. ഇതെല്ലാം ഞാൻ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ഐറ്റം ആണ്. മൾക്കോട്ടൺ ആണ്. അപ്പോൾ ഇതിൻ്റെ ഭയങ്കര ബ്രൈറ്റ്നെസ് ഉണ്ടാവില്ല തുണിക്ക്. അതുപോലെ തന്നെ ഇത് എന്താ പറയുക, സോഫ്റ്റ് കോട്ടൺ ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതൊരു ബൊട്ടിക് ഐറ്റം ആണ്. ഇത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത്. ടോപ്പാണ് വരുന്നത്. കണ്ടോ, ഹാൻഡ് പെയിൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയൊന്നും ഇളകി പോരുന്ന ടൈപ്പൊന്നും അല്ല കേട്ടോ ഫാബ്രിക് ചെയ്തിരിക്കണത് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് പെയിൻറ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതാ അതിൻ്റെ ടോപ്പ് ഇതേപോലെയാണ് വരുന്നത് കേട്ടോ. ഷോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ദുപ്പട്ട ഇടുമ്പോഴാണ് ശരിക്കും ഇതിനൊരു കംപ്ലീറ്റ് ലുക്ക് കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. അടുത്ത കളർ ഇതാണ്. സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ. 899 രൂപയാണ്. ഇനി അടുത്തത് നല്ലൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ്. ഇത് നമ്മൾ കൊണ്ടുവന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ സോൾഡ് ഔട്ട് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. കളർ ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കര ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു കളറാണിത്. ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യും, എന്നാലേ അതിൻ്റെ ഭംഗി അറിയുള്ളൂ. ഇതേപോലെയാണ് ഇതിലെ ഫ്ലവറൽ ഡിസൈൻ വന്നിരിക്കണേ. ഇത് ബോട്ടം. ദുപ്പട്ട വരുമ്പോഴാണ് എല്ലാ സ്യൂട്ട്സും ഭയങ്കര ബ്യൂട്ടിഫുൾ ആവണത്. ഇതേപോലെ വശം മാറിപ്പോയി. ഇതേപോലെ പെയിൻറ്റ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത കളർ വരുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ്. ഇത് ഡിസ്കൗണ്ട് സെയിൽ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നോ റിട്ടേൺ നോ റീഫണ്ട്. മേടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കളറോ എന്തെങ്കിലും കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് വാങ്ങുക. ഡാമേജസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ആയിക്കോളൂ. അപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്നും മേക്ക് ഷുവർ ചെയ്യുക എല്ലാം പ്രോപ്പർ ആണോ എന്നുള്ളത് കേട്ടോ. കാരണം നമ്മൾ ഡിസ്കൗണ്ട് സെയിൽ ആയതുകൊണ്ട് ഫാസ്റ്റായിട്ട് സെയിൽ ചെയ്യാനേ ശ്രമിക്കുകയുള്ളൂ നമ്മൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ഓരോ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത്. അതുകൊണ്ടാണ് കേട്ടോ. ഇതാണ് വരുന്നത്. ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നതിൽ ഒരു ബ്രൈറ്റ് ഷെയ്ഡ് ഉള്ളത്. എത്ര പീസസ് ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു വൈറ്റ് ആണ്. ഒരു സ്ലൈറ്റ് ഒരു ഓഫ് വൈറ്റ് ആണ്. പ്യുവർ വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ബ്രൈറ്റ് ആണ് കളർ. ഈ വൈറ്റൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ, നല്ല രസമായിരിക്കും കേട്ടോ കാണാനായിട്ട്.
ഒരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ നമുക്ക് ഒരു ഇതിനൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. അതിൻ്റെ ബോട്ടം ഇതാണ്. മൽക്കോട്ടനിൽ തന്നെയാണ് കേട്ടോ വരുന്നത്, ടോപ്പും ബോട്ടവും. ദുപ്പട്ട മാത്രമാണ് ഷിഫോൺ വരുന്നത് കേട്ടോ. ഷിഫോൺ ആയതുകൊണ്ട് തന്നെ നല്ല ഒതുങ്ങി കിടന്നോളൂ. ഇങ്ങനെയാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഈ പ്ലെയിൻ വൈറ്റ് തയ്പ്പിച്ചിട്ട് ഈ ദുപ്പട്ടയുടെ ഇട്ടാൽ നല്ല രസമായിരിക്കും. നിങ്ങൾക്ക് അതുപോലെ കോൺട്രാസ്റ്റ് ചെയ്ത് ഇതിലത്തുള്ള കളർ ബോട്ടമിൻ്റെ കൂടെ വേറെ ആണെങ്കിൽ വെയർ ചെയ്യാം. മീൻസ് ഷോൾ വേറെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ഏത് ഡ്രസ്സ് വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാമല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് എന്താ ഈ ഒരു ലൈറ്റായിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ്. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. ടോപ്പ് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇത് ബോട്ടം. എല്ലാ ഡിസൈൻസും വേറെ വേറെ ആട്ടോ. ഓരോ മെറ്റീരിയലിൻ്റെയും ഡിസൈൻസ് വേറെ വേറെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഫ്ലോറൽ പ്രിൻറ്റ്സ് വേറെ വേറെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് അടുത്തത് വരുന്നത് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. എല്ലാം നല്ല ലൈറ്റ് ഷെയ്ഡ്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈ ബ്രൈറ്റ് ഷെയ്ഡ്സ് ഒരുപാടുള്ള ആൾക്കാർക്ക് ഒരു തവണ ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഒക്കെ ട്രൈ ചെയ്താൽ നല്ല രസമായിരിക്കും. ഭയങ്കര ലൈറ്റായിട്ട് ഫീൽ ചെയ്യും നമ്മൾ ഈ ഡ്രസ്സ്, ഈ ഒരു മെറ്റീരിയൽ ക്യാരി ചെയ്യുമ്പോഴത്തേക്കും. നല്ല കംഫർട്ടബിൾ ആണ്. പ്രത്യേകിച്ച് നമ്മളുടെ ചൂട് കാലത്തൊക്കെ ഇടാൻ ഭയങ്കര സുഖമാണ്. ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത്. അടുത്തൊരു ലെമൺ ഷെയ്ഡാണേ. ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത്. ഓക്കെ, ബോട്ടം പ്ലെയിൻ ബോട്ടം. 100% പ്യുവർ കോട്ടൺ ആണ്. 1% പോലും മിക്സ് വന്നിട്ടില്ല കേട്ടോ. ദുപ്പട്ട ഇതേപോലെയാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ. ഓക്കെ, നമ്മളിത് ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ വലിയ ഭംഗി തോന്നിയെന്ന് വരില്ല. നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി അറിയുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് ഷെയ്ഡാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് കാണിച്ച അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു കളറും ഡിസൈനും ആണ്. ഓൾമോസ്റ്റ് ഒരു 99% സെയിം തന്നെയാണ്. ചെറിയ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിലും ഉള്ളൂ. ടോപ്പ് ഇതേപോലെയാണ് വരണേ. ബോട്ടം പ്ലെയിൻ. ഓക്കെ, ദുപ്പട്ട ഇതേപോലെയാണ് വരുന്നത് കേട്ടോ. ഇതൊക്കെ ഇട്ടാലും നമ്മളുടെ ഫേസിനും ആ ഒരു ബ്രൈറ്റ്നെസ് കിട്ടും. അതേപോലത്തെ കളേഴ്സാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നതെല്ലാം. ഓക്കെ, അപ്പോൾ ഇത്രയും കളേഴ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ. അതേപോലെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഡിസ്കൗണ്ട് സെയിൽ വീഡിയോ വരുമ്പോൾ തന്നെ നമ്മളുടെ കസ്റ്റമേഴ്സ് ചിലവരൊക്കെ പൈസ അയച്ചിട്ട് എനിക്ക് നമ്മൾ ബുക്കിംഗ് എടുക്കുന്നതിന് മുന്നേ പേയ്മെൻറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തരും. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. നിങ്ങൾ പ്രോഡക്റ്റ് ഉണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്തിട്ട് വേണം നമുക്ക് മെസ്സേജ് ചെയ്യാൻ. അങ്ങനെ അയച്ചിട്ടുകൊണ്ട് നമുക്കത് തരാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ. എനിക്കറിയാം അത് ഫസ്റ്റ് കിട്ടാൻ വേണ്ടിയാണെന്ന് അറിയാം. പക്ഷെ എന്നാൽ പോലും നമുക്കത് മെസ്സേജ് വരുന്ന ഓർഡറിലല്ലേ നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുള്ളതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്, നമ്മളെല്ലാ വീഡിയോയിലും എല്ലാ പ്രൊഡക്ട്സിനെ കുറിച്ചും നല്ലപോലെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടാണ് ഓരോ പ്രൊഡക്ട്സും നമ്മൾ സെയിൽ ചെയ്യുന്നത്. പക്ഷേ ഇത് ശ്രദ്ധിക്കാതെ ചില കസ്റ്റമേഴ്സ് പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞിട്ട് അവരുദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് അല്ല നമ്മളുടെ ഉള്ളതെന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ മൽക്കോട്ടൺ സാരി തന്നെ സ്ക്രീൻ പ്രിൻറ്റും ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കാരണം സ്ക്രീൻ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ പക്കായിരിക്കും. അതിൻ്റെ ഡിസൈൻസ്, അലൈൻമെൻറ്റ്, അതിൻ്റെ കളറൊക്കെ നല്ല ബ്രൈറ്റ് ആയിരിക്കും. അത് മെഷീൻ വർക്ക് അല്ലെങ്കിൽ സ്ക്രീൻ പ്രിന്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റ് ആയിരിക്കും സാരി കാണാനായിട്ട്. അതേസമയം ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ മഡ് യൂസ് ചെയ്തിട്ടായിരിക്കും അതിന്റെ പ്രിന്റ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രിന്റ് ഒക്കെ ഹാൻഡ് ബ്ലോക്ക് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ പ്രിന്റ് ഒക്കെ കുറച്ച് ഡിം ആയിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോഴത്തേക്കും സാരി ഇച്ചിരി ഡള്ളായിട്ട് തോന്നും. പക്ഷേ സാരി അങ്ങനെയാണ്. അത് വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് അങ്ങനെ ചെയ്തു വരുന്ന സാരികളാണ്. അതിനല്ലേ ഡിമാൻഡ് ഉള്ളത് കൂടുതൽ. പക്ഷെ അത് അറിയാതെ ഇപ്പോഴും ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളടുത്ത് തർക്കിക്കാറുണ്ട്, അവരുദ്ദേശിച്ച സാരി ഇതല്ലെന്ന്. അപ്പോൾ നിങ്ങൾ ഉറപ്പ് വരുത്തുക നിങ്ങളുടെ ഉദ്ദേശിച്ച പ്രൊഡക്റ്റ് തന്നെയാണ് നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കണേ എന്നുള്ളത് നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഞാൻ പറഞ്ഞു കൊടുക്കാനുള്ള ഞാൻ മാക്സിമം പറയാറുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണണം എന്ന് പറയേണ്ട റീസൺ ഇതാണ്. എല്ലാ കസ്റ്റമേഴ്സും കേട്ടോ, ഒരുപാട് പേർക്ക് നല്ല നോളജ് ഉണ്ട് പ്രൊഡക്റ്റിനെ കുറിച്ച്, എന്താണ് മേടിക്കുന്നത്. ഇപ്പം ഞാൻ ചില
കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയും മാം അത് ഇച്ചിരി ഡള്ളായിരിക്കും കേട്ടോ, അതിൻ്റെ പ്രിന്റ് കുറച്ച് ഫെയ്ഡഡ് ലുക്ക് ആയിരിക്കും. അറിയാം അശ്വതി, അത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത പ്രൊഡക്റ്റാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞേക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. പക്ഷെ അതേസമയം ഒരു 1 to 2% അത്രേ ഉള്ളൂ. ഒരു 100 പേരെ എടുത്താൽ അതിൽ 1-2 പേര് മാത്രമാണ് അറിയാത്തായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ട്രെൻഡ് അറിഞ്ഞ് മേടിക്കുക. എന്താണ് ഇപ്പോൾ ലിനൻ കോട്ടൺ സാരി ആണെങ്കിൽ അതിൻ്റെ പ്രിൻ്റൊക്കെ ചിലപ്പോൾ ഡള്ളായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് അത്, ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് അങ്ങനെയാണ്. നമുക്കതിൽ കൂടുതൽ കളർ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രിന്റ് ബ്രൈറ്റ് ആക്കാനോ ഒന്നും ഓപ്ഷൻ ഇല്ല. സാരി അങ്ങനെയാണ്, അത് അങ്ങനെ മേടിച്ച് അത് നമ്മൾ ഇങ്ങനെ ക്യാരി ചെയ്യുന്നു. അതിലാണ് ആ ഒരു സ്റ്റൈൽ ഇരിക്കുന്നത്. ഇപ്പൊ നമുക്ക് എന്ത് സാരി ആണെങ്കിലും വെറുതെ അങ്ങ് വലിച്ചാലും എടുത്തൊരു ഭംഗി ഉണ്ടാവില്ല. നമ്മളത് ഉടുത്ത് അതിൻ്റെ കൂടെ ആക്സറീസ് ഒക്കെ ഇട്ട് ജ്വല്ലറി ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് അതിൻ്റെതായ ഒരു ഭംഗി വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ചില കസ്റ്റമേഴ്സ് അറിയാതെ നമ്മളുടെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും നമുക്കത് പേഴ്സണലി ഹേർട്ട് ആവും. നമ്മൾ പറ്റിക്കാൻ നോക്കി അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഒരാളെ പറ്റിച്ചിട്ട് നമുക്കൊന്നും നേടാനില്ല. പിന്നെ അങ്ങനെ പറയുന്നവർ പറയും, അത്രേ ഉള്ളൂ. ഞാൻ ചെയ്യുന്നത് 100% സത്യസന്ധമായിട്ടാണ് എൻ്റെ ബിസിനസ് ചെയ്യണത്. മാക്സിമം എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ. വേറെ എനിക്ക് ആരും തോന്നുന്നില്ല ഇതേപോലെ വാഷിംഗ് കെയർ എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് അതിൻ്റെ പ്രൊഡക്റ്റ് ക്വാളിറ്റി എല്ലാം ഞാൻ പറഞ്ഞിട്ടാണ് സെയിൽ ചെയ്തത്. അപ്പോൾ അറിയാത്ത കസ്റ്റമേഴ്സ് പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കി മേടിക്കാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചോളൂ, എന്ത് വേണേലും പറഞ്ഞുതരാൻ റെഡിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.